ശ്രീമന്നാരായണീയം ദശകം 11 ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിന്റെയും ഉത്പത്തി. ശ്ലോകം 3. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അലേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്തൗ ജയസ്താൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപകോപ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, സനകാദി മുനികള് വൈകുണ്ഠത്തിലെ 6 മതിൽക്കെട്ടുകളും കടന്ന് 7ാമത്തെ മതിൽക്കെട്ടിനടുത്ത് ഗോപുരത്തിന്റെ വാതിക്കലേക്ക് ചെന്ന് നിന്നു. അതിനകത്താണ്, 7ാമത്തെ മതിലിനകത്താണ് ഭഗവാന്റെ വാസഗൃഹം. അവിടുത്തെ ഗോപുരവാതിക്കൽ ചെന്ന് നിന്നു സനകാദികൾ. അവിടെ കാവൽക്കാരായിട്ട് ഭഗവാന്റെ വിഷ്ണു പാർഷദന്മാര്, ഭഗവാന്റെ പാർഷദന്മാര്, ജയവിജയന്മാര് നിൽക്കുന്നുണ്ട്. ആ ജയവിജയന്മാര് ഇവിടെ സനകാദികളെ തടയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തടഞ്ഞപ്പോൾ സനകാദികൾക്ക് കോപം വന്നു. ഇത് രണ്ടും വൈകുണ്ഠത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. സനകാദികൾക്ക് എവിടെയും എപ്പോഴും പ്രവേശിക്കാം. അത് വൈകുണ്ഠത്തിൽ ഒരിക്കലും അവരെ തടയാൻ പാടില്ല, ആരെയും തടയാൻ പാടില്ല അവിടെ. പിന്നെ അത് തന്നെ തടഞ്ഞപ്പോൾ സനകാദികൾക്ക് കോപം വന്നു. അവിടെ കോപത്തിന് സ്ഥാനമില്ലാത്ത സ്ഥലമാണ്. പക്ഷേ ഇതെല്ലാം ഭഗവത് പ്രേരണ മൂലം സംഭവിച്ച കാര്യങ്ങളാണ്. ഭവദ്ദിദൃക്ഷൂൻ, അവിടത്തെ ഭവത് ദിദൃക്ഷൂൻ, അവിടത്തെ കാണുവാൻ, ഭവനം വിവിക്ഷൂൻ, അകത്തേക്ക്, ആ ഭവനത്തിലേക്ക്, ആ ഭഗവാൻ ഇരിക്കുന്ന വാസസ്ഥാനത്തേക്ക്, വിവിക്ഷൂൻ, കടക്കാൻ ഭാവിക്കുന്ന, താൻ, ആ സനകാദികളെ, ദ്വാസ്തൗ ജയ വിജയ, അവിടെ ദ്വാരപാലകന്മാരായി നിൽക്കുന്ന ജയനും വിജയനും രണ്ടുപേരും, ഇവിടെ വിജയ അഭി രണ്ടുപേരും അരുന്ധാം തടഞ്ഞു. ദ്വാരപാലകന്മാരായിട്ടുള്ള ആ ജയനും വിജയനും ഇവിടെ തടഞ്ഞു. തേഷാം ചിത്തേ, തേഷാം അവരുടെ, സനകാദികളുടെ, ചിത്തേ മനസ്സിൽ, കോപം, പദം ആപജ സ്ഥലം പിടിക്കുകയും ചെയ്തു. അതായത് അവർക്ക് ഉള്ളിൽ വല്ലാത്ത കോപമുണ്ടായി അവരെ തടഞ്ഞു കഴിഞ്ഞപ്പോൾ. ഭൂമൻ ഭഗവാനെ വിളിക്കുകയാണ്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ, ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ്, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് എന്തും നടക്കുക. അങ്ങനെയുള്ള ഭഗവാനെ, സർവം എല്ലാം, ഭവത് പ്രേരണയായേവ അവിടുത്തെ പ്രേരണ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇതൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ജയവിജയന്മാരെ ഇരട്ടകളാണ്. അവർ രണ്ടുപേരും വളരെ ഈശ്വരഭക്തി ഉള്ളവരുമാണ്. എങ്കിലും ഇടയ്ക്ക് അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇരുന്ന് വഴക്കിടും. അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പൊ ഭഗവാൻ തീരുമാനിച്ചു, കുറച്ച് നാൾ ഇവരിവിടെ നിന്ന് മാറി നിൽക്കണം, എന്നാലേ ഇവരൊന്ന് പഠിക്കുകയുള്ളൂ എന്ന് കരുതി ഭഗവാൻ പ്രേരിപ്പിച്ചതാണ് അവരെ ഈ സനകാദികളെ തടയാനും സനകാദികളുടെ ഉള്ളിൽ കോപം വരാനും. ഇനി സനകാദികൾ അവരെ രണ്ടുപേരെയും ശപിക്കുകയും ചെയ്യും. ഇത്രയും എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഭഗവാൻ പതുക്കെ പുറത്തേക്ക് വരുന്നത്. അതുവരെ ഭഗവാൻ പുറത്തേക്ക് വരില്ല. കാരണം ഈ കാര്യങ്ങളൊക്കെ അവിടെ നടക്കണം. അത് ഭഗവാന്റെ ഇച്ഛയനുസരിച്ചാണ് അവിടെ നടക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.